നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 2ാമത്തെ യൂണിറ്റ് ഉള്ളിലാണെപ്പോഴും ഉന്മദാൻ എന്ന പോൽ. ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. സെമി കപ്ലനോഗ്ലു സംവിധാനം ചെയ്ത് 2010 പുറത്തിറങ്ങിയ തേൻ അഥവാ ബാൽ എന്ന ചലച്ചിത്രത്തെ മുൻനിർത്തി വിജയകുമാർ ബ്ലാത്തൂർ രചിച്ച ലേഖനമാണ് പാഠഭാഗം. ഇനി നമുക്ക് ചലച്ചിത്രകാരനെയും ലേഖകനെയും പരിചയപ്പെടാം. സെമി കപ്ലനോഗ്ലു ടർക്കിഷ് ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്. 1963 തുർക്കിയിലെ ഇസ്മിറിൽ ജനനം. ആദ്യ കഥാചിത്രം എവേ ഫ്രം ഹോം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടി. എഗ്, മിൽക്ക്, ഹണി എന്നിവ യൂസഫ് ചലച്ചിത്രത്രയം എന്നറിയപ്പെടുന്നു. ഈ ചിത്രങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര മേളയിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രങ്ങളാണ്. ഇതിൽ ഹണി എന്ന ചിത്രത്തിൻ്റെ ആസ്വാദനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലേഖകനെ പരിചയപ്പെടാം. വിജയകുമാർ ബ്ലാത്തൂർ. 1965 കണ്ണൂർ ജില്ലയിലെ ബ്ലാത്തൂരിൽ ജനനം. ലളിതമായ ഭാഷയിൽ മലയാളത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ എഴുതിയിരുന്ന ശാസ്ത്രലേഖകനാണ് അദ്ദേഹം. ശാസ്ത്ര കേരളം പത്രാധിപ സമിതി അംഗമായിരുന്നു. ഓൺലൈൻ മാസികയായ ലൂക്കയുടെ പത്രാധിപ സമിതി അംഗമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിർമ്മിച്ച പരിസ്ഥിതി ഡോക്യുമെൻ്ററി സിനിമയായ നിലവിളി അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ ജൂറി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. സ്വർഗത്തിലെ കുട്ടികൾ എന്ന കൃതി. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഈ കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ലോക സിനിമയെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം കൂടിയാണിത്. പ്രധാന പത്രങ്ങളിലും യുറീക്ക, തളിർ എന്നിവയിലും 200-ലധികം ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റായി വിരമിച്ച അദ്ദേഹം ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നിരവധി ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ശാസ്ത്രരംഗത്തെ വിജയകുമാറിൻ്റെ സംഭാവനകൾക്ക് അംഗീകാരമായി നെല്ലിയാമ്പതിയിൽ നിന്നും കണ്ടെത്തിയ ഒരു വണ്ടിനത്തിന് സാന്ദ്രകോട്ടസ് വിജയകുമാരി എന്നു പേര് നൽകുകയുണ്ടായി. പാഠഭാഗത്തിന് മുമ്പായി കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം കൂടി മനസ്സിലാക്കാം. സ്ക്രീനിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ വഴിയരികിൽ ചെടികൾ, ചെടികളിൽ പൂക്കൾ, പൂക്കളിൽ തേനീച്ചകൾ. നിത്യേനയുള്ള ജീവിതത്തിലെ സുഖദുഃഖങ്ങളും മറ്റു വൈകാരിക സന്ദർഭങ്ങളും സ്ക്രീനിലൂടെ മാത്രം പങ്കുവച്ച് സ്വയം ഒരു ഇമോജിയായി മാറുകയാണ് പുതിയ മനുഷ്യമുഖം. ഇടയ്ക്കെങ്കിലും സ്ക്രീൻ വിട്ട് പ്രകൃതിയിലേക്കും ചുറ്റുവട്ടത്തെ സൂക്ഷ്മ സൗന്ദര്യത്തിലേക്കും കണ്ണോടിച്ചാൽ കിട്ടുന്ന അനുഭൂതിയും ആനന്ദവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചെടിയും പൂവും പൂമ്പാറ്റയും തേനീച്ചയും തേനും നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തെ വഴിയാത്രകളിലെ അറിവും നിറവുമായിരുന്നു ഒരു കാലത്ത്. അത് അല്പമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാനാകണം എന്ന സൂചനയാണ് ഈ വരികളിൽ ഉള്ളത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. തേൻ അഥവാ ഹണി, ബാൽ എന്ന ടർക്കിഷ് സിനിമയെ മുൻനിർത്തി വിജയകുമാർ ബ്ലാത്തൂർ എഴുതിയ ലേഖനമാണിത്. വായിക്കാം. നിഴൽ ചാർത്തുകൾ നിറഞ്ഞ വന്യ നിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ യാക്കൂബിലാണ് സെമി കപ്ലനോഗ്ലു സംവിധാനം ചെയ്ത 2010 പുറത്തിറങ്ങിയ തേൻ അല്ലെങ്കിൽ ബാൽ എന്ന ടർക്കിഷ് സിനിമ ആരംഭിക്കുന്നത്. കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചെരുവുകളിലൊന്നിലെ പിന്നോക്ക ഗ്രാമക്കാരനാണ് അയാൾ. കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻമരങ്ങളുടെ മേൽച്ചില്ലകളിലാണ് തേൻ കൂടുകൾ സ്ഥാപിക്കുന്നത്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത്. യുവതിയായ ഭാര്യയും 6 വയസ്സുകാരൻ യൂസഫ് എന്ന മകനുമാണ് അയാൾക്കുള്ളത്. കാട്ടിനുള്ളിൽ ഇന്നും യാക്കൂബ് വന്നിരിക്കുന്നത് തേൻ തേടിയാണ്. മരക്കൊമ്പുകളിലൊന്നിൽ നീളൻ കയർ എറിഞ്ഞു കുടുക്കി അത് പിടിച്ച് കയറുകയാണ് അയാൾ. മുകളിലെത്തും മുമ്പ് കമ്പ് പാതി അടർന്നു. യാക്കൂബ് താഴോട്ട് വീഴുകയാണ്. ഇടയ്ക്ക് എങ്ങോ തടഞ്ഞ കയറിൽ തൂങ്ങി മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആടി നിൽക്കുന്ന യാക്കൂബിൻ്റെ മുഖത്തിൻ്റെ സമീപ ദൃശ്യം നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുക തന്നെ ചെയ്യും. മരക്കൊമ്പ് അടരുന്ന ശബ്ദത്തോടെ ദൃശ്യം ഇരുട്ടിലേക്ക് മാഞ്ഞ് ടൈറ്റിലുകൾ തെളിയുന്നു. 2010 പുറത്തിറങ്ങിയ ടർക്കിഷ് സിനിമയാണ് തേൻ അഥവാ ബാൽ.
സെമി കപ്ലനോഗ്ലു ആണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിരവധി പുരസ്കാരങ്ങൾ ഈ ചലച്ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. ഇതിലെ പ്രധാന കഥാപാത്രം ഒരു ഗ്രാമീണനാണ്. അയാളുടെ തൊഴിൽ തേൻ ശേഖരിക്കുക എന്നുള്ളതാണ്. തേനീച്ചകളിൽ നിന്ന് തേൻ ശേഖരിക്കുക. അതിൽ നിന്നാണ് കുടുംബം പോറ്റാനുള്ള വരുമാനം അദ്ദേഹം ഉണ്ടാക്കുന്നത്. അയാൾക്കൊരു ഭാര്യയും യൂസഫ് എന്ന മകനുമാണ് ഉള്ളത്. എന്നത്തെയും പോലെ കാട്ടിനുള്ളിൽ തേൻ ശേഖരിക്കാനായി എത്തിയിരിക്കുകയാണ്. വലിയ മരങ്ങളുടെ ഉയരമുള്ള കൊമ്പുകളിലാണ് തേൻകൂട് സ്ഥാപിക്കുന്നത്. അതിനുവേണ്ടി കയറെറിഞ്ഞ് മുറുക്കി അതിൽ കയറുകയാണ് അദ്ദേഹം. വലിയ അപകടം നിറഞ്ഞ തൊഴിലാണത്. ഈ തുടക്കത്തിൽ തന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്, ചിത്രം ആരംഭിക്കുന്നത്. ആ മരച്ചില്ല പാതി അടരുന്നു. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ആടി നിൽക്കുന്ന യാക്കൂബിൻ്റെ മുഖത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നത് ഏതു കാണികൾക്കും ഹൃദയമിടിപ്പുണ്ടാക്കും എന്നാണ് ലേഖകൻ പറയുന്നത്. പിന്നീട് ആ മരക്കൊമ്പ് പൊട്ടി താഴേക്ക് പതിക്കുന്നു. വലിയൊരു അപകടം സംഭവിച്ചു എന്ന സൂചനയാണ് അവിടെ നടക്കുന്നത്. ഇരുട്ടിലേക്ക് മാഞ്ഞ് ആ ദൃശ്യം ഇരുട്ടിലേക്ക് മായുന്നതോടുകൂടി സിനിമയുടെ ടൈറ്റിലുകൾ തെളിയുന്നു. പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടുണരുന്ന യൂസഫ് കിടക്കയിൽ പാതിമയക്കത്തിലുള്ള അച്ഛനോട് കണ്ട സ്വപ്നം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വിലക്കുന്നു. സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല, അവ അലിഞ്ഞില്ലാതായി പോകും. യൂസഫ് അച്ഛൻ്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അവൻ കണ്ട സ്വപ്നം എന്താണെന്ന് നമ്മളും കേൾക്കുന്നില്ല. സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് അതുകൊണ്ട് തന്നെ ലജ്ജാലുവും അന്തർമുഖനുമാണ്. ലജ്ജാലു നാണക്കേടുള്ളവൻ, അന്തർമുഖൻ ആരോടും അധികം സംസാരിക്കാതെ അവനവനോട് തന്നെ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നവനെയാണ് അന്തർമുഖൻ എന്ന് പറയുന്നത്. ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവന് ഒരിക്കലും സാധിക്കുന്നില്ല. ഒരു വാക്കിനപ്പുറം അവന് പറയാനാവുന്നില്ല. പക്ഷേ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കണ്ടെത്തിക്കഴിഞ്ഞു. വളരെ പതുക്കെ മന്ത്രണം പോലെ സംസാരിക്കുക. വേറെ ആരോടും യൂസഫ് സംസാരിക്കുന്നില്ല, അമ്മയോട് പോലും. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, അതവൻ്റെ അച്ഛനാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല, പോകുന്നതും വരുന്നതും തനിച്ചാണ്. ചിലപ്പോൾ അച്ഛൻ്റെ പരുന്ത് മരച്ചില്ലകളിലൂടെ പറന്ന് അവന് വഴിക്കൂട്ടുകൂടും. വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവച്ചിരിക്കുന്ന സ്ഫടികപാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട്. സ്ഫടികപാത്രം, ചില്ലുപാത്രം. അവനറിയാം അത് അണിയാൻ ഒരു നാളും അവന് കഴിയില്ലെന്ന്. ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിൽ ഇരിക്കും. വിദൂരം, ദൂരെയുള്ള, ജാലകം, ജനൽ. ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ യൂസഫ്, അവൻ സ്വപ്നം കണ്ട് ഉണരുന്നു. അത് അച്ഛനോട് പാതിമയക്കത്തിൽ കിടക്കയിൽ നിന്ന് ഉണരുമ്പോൾ തന്നെ അച്ഛനോട് പറയാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഉറക്കെ പറയരുത്, ഈ സ്വപ്നങ്ങളെല്ലാം അലിഞ്ഞില്ലാതാകുമെന്ന്. യഥാർത്ഥത്തിൽ തൻ്റെ മകൻ്റെ പരിമിതി അറിഞ്ഞുകൊണ്ട് വിക്കുള്ള തൻ്റെ മകനെ ഒരു പ്രത്യേക രീതിയിലാണ് അച്ഛൻ ചേർത്ത് പിടിക്കുന്നത്. ഉറക്കെ പറയുമ്പോഴാണ് ആ വിക്ക് മറ്റുള്ളവർ കേൾക്കുകയും അത് അവൻ്റെ ഒരു കുറവാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് അവനിൽ തന്നെ ഒരു അപകർഷതാബോധം ഉണ്ടാക്കുന്നു. അതിന് അച്ഛൻ കണ്ടെത്തിയ വഴിയാണ് വളരെ സ്വകാര്യമായി സംസാരിക്കുക എന്നത്. അങ്ങനെ ആ സ്വപ്നവും അവൻ അച്ഛൻ്റെ കാതിലാണ് പറയുന്നത്. അവനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ ലോകത്തുള്ളൂ, അത് അവൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം വളരെ വ്യക്തമായി ചലച്ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ആ ആത്മബന്ധം ഒട്ടും ചോർന്നു പോകാതെ തന്നെ ലേഖകൻ ഈ വരികളിലും നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. സിനിമ പോലെയുള്ള ഒരു കലാസൃഷ്ടിയെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ വൈകാരികാംശം ചോർന്നു പോകാതെ വരികളിലൂടെ, വാക്കുകളിലൂടെ ഒക്കെ ആവിഷ്കരിക്കുക എന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ ലേഖകൻ ചെറുതും വലുതുമായ എല്ലാ ഘടകങ്ങളെയും വിട്ടുപോകാതെ തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഈ കുട്ടിയുടെ കാര്യം തന്നെ നോക്കുക. അന്തർമുഖനായ യൂസഫ് എന്ന ബാലൻ്റെ ആ ആത്മസംഘർഷങ്ങൾ, അതായത് അവന് കൂട്ടുകാരാരുമില്ല, ഒറ്റയ്ക്കാണ് അവന് സ്കൂളിലേക്ക് പോകുന്നത്. വല്ലപ്പോഴും അവന് കൂട്ടായിട്ടുള്ളത് അച്ഛൻ വളർത്തുന്ന ആ പരുന്താണ്. അതുമാത്രമല്ല, ലോകത്തിൽ അവനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, അച്ഛൻ. അങ്ങനെ ഏകാഗിയാണ്, അന്തർമുഖനാണ്. ആ കുഞ്ഞു മനസ്സിൻ്റെ ആത്മസംഘർഷങ്ങളെ ആവിഷ്കരിക്കാൻ ഇവിടെ ലേഖകൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം.
മരപ്പലകകൾ കൊണ്ട് തേൻകൂടുകൾ പണിയുന്ന അച്ഛൻ്റെ പണിപ്പുരയിൽ ഒരു നാൾ അവൻ ഒരു തടിക്കഷ്ണം ചെത്തിയൊരുക്കിയത് കാണുന്നു. ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായി ഇല്ലാത്ത യൂസഫിന് ആ വഞ്ചി രൂപം ഇഷ്ടമായി. പിന്നീട് പലപ്പോഴായി ആ തടിക്കഷ്ണം ഒരു പായ്വഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം അച്ഛൻ സുഹൃത്തിൻ്റെ മകന് അത് നൽകിയതായി അവന് തോന്നി. വിഷമത്തോടെ അവൻ അച്ഛനോട് ആ വഞ്ചി എവിടെയെന്ന് ചോദിക്കുന്നു. അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും എന്ന മറുപടി അവനെ ചൊടിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക. ഈ ദേഷ്യം അവൻ ക്ലാസ്സിൽ വെച്ച് അടുത്തിരുന്ന ഹംദിയോട് പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ഗൃഹപാഠ പുസ്തകം മാറ്റിവെച്ചാണ്. അങ്ങനെ അച്ഛൻ്റെ പണിപ്പുരയിൽ അവൻ വളരെ കൗതുകമുള്ള ഒരു വസ്തു കാണുന്നു. തടിക്കഷ്ണം കൊണ്ട് ചെത്തിയൊരുക്കിയ ഒരു കളിപ്പാട്ടം. അവന് സ്വന്തമായി ഒരു കളിപ്പാട്ടം പോലുമില്ല. അപ്പോൾ അച്ഛൻ അവന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കളിപ്പാട്ടമായിരിക്കാം അത് എന്നാണ് അവൻ കരുതുന്നത്. അതൊരു പായ്വഞ്ചിയുടെ ആകൃതിയിലേക്ക് മാറുന്നതും അവൻ കൗതുകത്തോടെ കാണുന്നു. പക്ഷെ ഒരു ദിവസം അച്ഛൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകന് അത് സമ്മാനിക്കുന്നതായിട്ട് അവന് തോന്നി. അതെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി. അത് കടലിൽ ഒഴുകിപ്പോയി കാണും എന്ന തമാശ മട്ടിൽ അച്ഛൻ അത് പറയുമ്പോൾ അവന് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ മകൻ ഹംദി അവനാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ കുഞ്ഞിൻ്റെ വിചാരം. അതിനവൻ പ്രതികാരം ചെയ്യുന്നത് അവൻ്റെ ഗൃഹപാഠ പുസ്തകം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ്. ഗൃഹപാഠ പുസ്തകം, ഹോംവർക്ക് ബുക്ക്. അപ്പോൾ അധ്യാപകരുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുമല്ലോ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു, അതും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ അത് വേറൊരു കുട്ടിക്ക് കൊടുക്കുന്നു എന്ന ചിന്ത പോലും അവന് സഹിക്കാൻ പറ്റുന്നില്ല. അതിനവൻ ആ ദേഷ്യം അവൻ പ്രകടിപ്പിച്ചത് ഇത്തരത്തിലാണ്. അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പമുണ്ട്. നേർത്ത സ്വകാര്യം പറച്ചിലിലൂടെയും ചേർന്നുള്ള യാത്രകളിലൂടെയും അത് കൂടുതൽ സുദൃഢമാകുന്നു. സുദൃഢം ഒന്നുകൂടി ഉറയ്ക്കുന്നു. മലഞ്ചെരുവിലെ പൂക്കളെയും മരങ്ങളെയും എല്ലാം യൂസഫിന് പരിചയപ്പെടുത്തുന്നുണ്ട് യാക്കൂബ്. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല. കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രം. വനത്തിൻ്റെ നിശബ്ദ സൗന്ദര്യത്തെ വാക്കുകളിലൂടെ വരച്ചിടുന്ന പല സന്ദർഭങ്ങളും നമുക്ക് ഇവിടെ കാണാം. അതായത് ചലച്ചിത്രത്തിൽ എങ്ങനെയാണോ ആ ചലച്ചിത്രകാരൻ, സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഒരു സൗന്ദര്യത്തിൻ്റെ അംശം ഒട്ടും ചോർന്നു പോകാതെയാണ് ഇവിടെ ലേഖകനും അത് വരികളിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്നർത്ഥം. മലഞ്ചെരുവിലൂടെയുള്ള യാത്ര, പക്ഷികളുടെ ശബ്ദം, ഇലകളുടെ മർമ്മരം എന്നിങ്ങനെ ആസ്വാദ്യത പകരുന്ന രംഗങ്ങൾ സിനിമയിൽ ധാരാളമുണ്ട്. ഊഷ്മളമായ ആ കുടുംബാന്തരീക്ഷത്തെയും ബന്ധങ്ങളുടെ തീവ്രതയെയും ആവിഷ്കരിച്ചിട്ടുണ്ട് ഇവിടെ ലേഖകൻ. മകൻ്റെ പരിമിതി മനസ്സിലാക്കി അവനോട് ചേർന്ന് നിൽക്കുന്ന പിതാവിനെ ലേഖകൻ സവിശേഷമായി പരാമർശിക്കുന്നുണ്ട്. മന്ത്രണം പോലെ അവനോട് സംവദിക്കുന്ന അച്ഛൻ. അപ്പോൾ കാട്ടിലൂടെ ഉള്ള അവരുടെ യാത്ര, അച്ഛൻ്റെയും മകൻ്റെയും യാത്ര, ഓരോ പ്രകൃതി ദൃശ്യങ്ങളെയും പൂക്കളെയും മരങ്ങളെയും ഒക്കെ സൂക്ഷ്മമായി പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ യാക്കൂബ് തൻ്റെ മകന്. അതിനൊക്കെ പശ്ചാത്തലമായിട്ട് ഒരു കൃത്രിമമായിട്ടുള്ള സംഗീതവും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ചലച്ചിത്രത്തിൻ്റെ പ്രത്യേകത. തികച്ചും കലർപ്പൊന്നുമില്ലാത്ത ശുദ്ധമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ മാത്രമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നത്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. അപ്പം അത്രയ്ക്കും സ്വാഭാവികമായിട്ടുള്ളൊരു ചലച്ചിത്രമാണ് അത് എന്നാണ് പറയുന്നത്. അതായത് കൃത്രിമമായിട്ടുള്ള, സാങ്കേതികമായിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലുകളും ഈ ദൃശ്യങ്ങളിലൊന്നും ഇല്ല എന്നാണ്. വൻമരത്തിനു മുകളിൽ കയറുപിടിച്ച് കയറി നിൽക്കുന്ന യാക്കൂബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് താഴെ നിൽക്കുന്ന ഈ 6 വയസ്സുകാരനാണ്. തൊട്ടിയും പുകക്കൂടുമൊക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് അവൻ വിടുന്നു. ഒരിക്കൽ ഇത്തരം ഒരു യാത്രക്കിടയിൽ അപസ്മാര രോഗം വന്ന യാക്കൂബ് നിലത്തു വീണ് പിടയുന്നുണ്ട്. കാടിൻ്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛന് കൂട്ടിരിക്കുന്നത് പാവം യൂസഫ്. തേൻ ക്ഷാമം രൂക്ഷമായിരിക്കുന്നു. തേനീച്ചകളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന് യാക്കൂബ് അത്ഭുതപ്പെടുന്നു. തേൻ തേടി വിദൂര വനാന്തർഭാഗത്തേക്ക് ഒരു നാൾ അയാൾ യാത്ര പുറപ്പെടുന്നു. അപ്പോൾ അച്ഛൻ്റെ സന്തത സഹചാരിയാണ്, എന്നും കൂടെ ഈ മകനുണ്ട്. തേൻ എടുക്കാൻ പോകുമ്പോൾ മുകളിലേക്ക്
തൊട്ടിയും പുകക്കൂടും ഒക്കെ കൊടുക്കുന്നത്, കയറിൽ കെട്ടി കൊടുക്കുന്നത് ഈ മകനാണ്. ഒരിക്കൽ അപസ്മാര രോഗം വന്നിട്ടുള്ള യാക്കൂബ് നിലത്തു വീണ് പിടയുമ്പോഴും ആ അച്ഛന് കൂട്ടിരിക്കുന്നത്, ആ ഏകാന്തമായ കാടിൻ്റെ ഉള്ളിൽ ആ അച്ഛന് കൂട്ടിരിക്കുന്നത് ഈ കുട്ടിയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലും ചില ദുർനിമിത്തങ്ങൾ വന്നു ചേരുന്നു. തേനിന് ക്ഷാമമുണ്ടാകുന്നു. ഈ തേനീച്ചകളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന് യാക്കൂബ് അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ തേൻ തേടി ഉള്ളിലേക്ക്, വിദൂരമായ ദൂരെയുള്ള വനാന്തർഭാഗം, വനത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു നാൾ അയാൾ യാത്ര പുറപ്പെടുകയാണ് തേൻ ശേഖരിക്കാനായിട്ട്. അവരുടെ ഏക ഉപജീവന മാർഗം ഈ തേനിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അച്ഛൻ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ മടിയനായ യൂസഫിനെ അമ്മ ശാസിക്കുന്നുണ്ട്. ശാസിക്കുക, വഴക്കു പറയുക. തീൻ മേശമേൽ അവൻ്റെ പാൽ അമ്മ കാണാതെ കുടിച്ച് അവനെ പലപ്പോഴും രക്ഷിക്കാറ് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു അഭാവം കുട്ടി മനസ്സിലാക്കുകയാണ്. എപ്പോഴും അച്ഛനാണ് അമ്മയുടെ ചീത്ത പറയിൽ നിന്ന് അവനെ രക്ഷിക്കാറുള്ളത്. പാല് കുടിക്കാൻ വലിയ മടിയനാണ്. അപ്പോൾ അമ്മയുടെ ആ ചീത്തയിൽ നിന്ന് രക്ഷിക്കുന്നത് എങ്ങനെയാണ് അച്ഛൻ? ആ കുഞ്ഞിൻ്റെ പാൽ അച്ഛൻ എടുത്ത് കുടിക്കും. അങ്ങനെ അമ്മയുടെ ചീത്തയിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തേൻകൂട് വയ്ക്കാൻ പോയ യാക്കൂബ് തിരിച്ചെത്തുന്നില്ല. അച്ഛൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് യൂസഫ്. അവന് മിണ്ടാനും പറയാനും കൂട്ട് അച്ഛൻ മാത്രമാണ്. പലരോടും അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലം തേടി യാക്കൂബ് നടക്കുന്നത് കണ്ടവരുണ്ടെന്നറിഞ്ഞു. ഒരു ദിവസം അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരശീലയ്ക്കടിയിൽ മനോഹരമായ പായ്വഞ്ചി കളിപ്പാട്ടം അവൻ കണ്ടെത്തുന്നു. ഹംദിയെ താൻ തെറ്റിദ്ധരിച്ച് അധ്യാപകന്റെ കയ്യിൽ നിന്ന് കിഴുക്കു വാങ്ങിക്കൊടുത്തതിൽ യൂസഫിന് വിഷമമുണ്ട്. അവൻ ഹംദിയുടെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ കിടക്കക്കരിയിൽ ആ തോണി കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛൻ തിരിച്ചു വരുന്നില്ല. അവന് ആരും ഇല്ല കൂട്ടിന്, ഒന്ന് മിണ്ടാനോ സംസാരിക്കാനോ അവന് അച്ഛൻ കൂട്ടിനില്ല. പലരോടും അന്വേഷിച്ചപ്പോൾ യാക്കൂബ് തേൻ തേടിയുള്ള യാത്രയിലാണ്, നല്ല സ്ഥലം തേടി നടക്കുകയാണ് എന്നൊക്കെ കണ്ടവരുണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരശീല, അതായത് കർട്ടൻ്റെ ഇടയിൽ നിന്ന് താൻ എന്ത് കണ്ടെത്തുന്നു, ആ കുഞ്ഞ് എന്ത് കണ്ടെത്തുന്നു? മനോഹരമായ പായ്വഞ്ചി കളിപ്പാട്ടം കണ്ടെത്തുന്നു. അപ്പോൾ അവൻ ഓർക്കുകയാണ്, താൻ തെറ്റിദ്ധരിച്ചു, തൻ്റെ കൂട്ടുകാരനെ ഹംദിയെ തെറ്റിദ്ധരിച്ചു. അത് അച്ഛൻ തൻ്റെ കൂട്ടുകാരനായ ഹംദിക്ക് കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് യൂസഫ് കരുതിയത്. പക്ഷെ അത് എവിടെയും കൊടുത്തിട്ടില്ല. അത് അച്ഛൻ ഒരു സർപ്രൈസായിട്ട് കുഞ്ഞിന് കൊടുക്കാനായിട്ട്, തൻ്റെ മകന് കൊടുക്കാനായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് കൊടുക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം തേൻ തേടി യാത്രയായത്. അപ്പോൾ ഈ കുട്ടി വളരെ ആകസ്മികമായി അച്ഛൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് അത് കണ്ടെത്തുകയാണ്. പെട്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിൽ കുറ്റബോധം തോന്നുകയാണ്. തൻ്റെ കൂട്ടുകാരനോട് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത്, അതായത് ആ കുട്ടിയുടെ ഹോംവർക്ക് ബുക്ക് മാറ്റിവെച്ചു, അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് ഹംദിക്ക് നല്ല കിഴുക്ക് കൊണ്ടു എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നു. അപ്പോൾ ഒരു 6 വയസ്സുകാരൻ കുട്ടിയുടെ ഉള്ളിലുള്ള ആ നന്മയാണ്, ആ രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത അച്ഛനെയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളതയും കുഞ്ഞിന് നൽകുന്ന മൂല്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ ചലച്ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്താപം കുട്ടിയുടെ മനസ്സിൽ തിങ്ങി നിറയുന്നു. അതിന് പ്രായശ്ചിത്തം എന്ന മട്ടിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ കളിപ്പാട്ടം ആരും കാണാതെ, അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ആ കുട്ടിക്ക് നേരിട്ട് അത് അവൻ്റെ കയ്യിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ ആ കുറ്റബോധത്തിൻ്റെ ഒരു ആഴം നോക്കണം. താനാണെന്ന് അറിയണ്ട, എന്നാൽ തൻ്റെ കൂട്ടുകാരനത് കൊടുക്കുകയും വേണം എന്ന മട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ കിടക്കക്കരിയിൽ ആ കളിപ്പാട്ടം കൊണ്ടുവയ്ക്കുന്നു. അച്ഛൻ വരുമ്പോൾ നൽകാനായി പലഹാരങ്ങൾ നിർമ്മിക്കുന്ന അമ്മയ്ക്ക് കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടകൾ എടുത്തു കൊണ്ടുപോയി നൽകുന്നത് യൂസഫാണ്. വിശപ്പ് അകറ്റുന്നതിനപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ച് തേനും പാലും മുട്ടയും കഴിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഈ സിനിമയിൽ മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെക്കുറിച്ചാണ് കപ്ലനോഗ്ലു പറയുന്നത്. ചലച്ചിത്രത്തിൽ ആവിഷ്കരിക്കുന്ന ആഹാരശീലങ്ങളിലേക്ക് പോലും വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കപ്ലനോഗ്ലു കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വെറും പാലും തേനും മുട്ടയും കഴിക്കുക എന്നതിലുപരി ആ പോഷക സമൃദ്ധമായിട്ടുള്ള ആ ഭക്ഷണത്തെ പ്രകൃതിയുടെ ജീവസുറ്റതായിട്ടുള്ള പോഷണത്തിലേക്കാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത് എന്ന് ഇവിടെ
ലേഖകൻ കണ്ടെത്തുന്നു. അത് അദ്ദേഹം ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ പുറത്തെ ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാൽപെരുമാറ്റമായി കരുതി വാതിലിനടുത്തേക്ക് ഓടുന്ന യൂസഫ് അന്വേഷണങ്ങളൊന്നും യാക്കൂബിനെക്കുറിച്ച് ഒരു വിവരവും നൽകിയില്ല. ദുശങ്കകൾ പരന്ന മനസ്സുമായി അവൻ്റെ അമ്മ കൂടുതൽ മൗനിയായി. അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിക്കാതിരുന്നിട്ടും ഒറ്റ വലിക്ക് പാൽ കുടിച്ചു തീർക്കുന്ന യൂസഫ് അമ്മയുടെ മനസ്സ് അറിയുന്നുണ്ട്. ദിവസങ്ങൾക്ക് ശേഷവും അച്ഛനെക്കുറിച്ച് വിവരമൊന്നുമില്ല. രാത്രിയിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അച്ഛൻ്റെ കാൽപെരുമാറ്റമാണോ എന്ന് കരുതി ഓടിച്ചെല്ലുന്ന യൂസഫിനെ ആ ചലച്ചിത്രത്തിൽ കാണാം. അമ്മയുടെ മനസ്സ് വളരെ ആശങ്കപ്പെടുന്നു. ദുശങ്കകൾ, ദുഷിച്ച ചിന്തകൾ. അമ്മ കൂടുതൽ മൗനിയാകുന്നു. ആരോടും അധികം സംസാരിക്കുന്നില്ല അമ്മ. അത് അറിഞ്ഞിട്ടെന്നോണം, അതായത് അച്ഛൻ്റെ ആ വേർപാട് അമ്മയെയും വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് ആ കുഞ്ഞു മനസ്സറിയുന്നു. അമ്മ നിർബന്ധിക്കാഞ്ഞിട്ടും അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അവൻ പാൽ ഒറ്റ വലിക്ക് കുടിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒന്നും പറയാതെ തന്നെ ആ കുഞ്ഞ് അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ്. ഗ്രാമീണർ വിവരം പറയുന്നു. യാക്കൂബിന് അപകടം സംഭവിച്ചിരിക്കുന്നു. മൃതശരീരം കൊണ്ടുവരാനായി കുറേ പേർ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ വിവരമൊന്നും അറിയാതെ രാവിലെ സാധാരണ പോലെ യൂസഫ് സ്കൂളിലേക്ക് പോയതാണ്. അന്ന് എല്ലാ ദിവസത്തെയും പോലെ പാഠം ഉറക്കെ വായിക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചതും അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചതും എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. ക്ലാസ് വിട്ട് വീട്ടിലെത്തിയ യൂസഫ് ദൂരെ നിന്നു തന്നെ വീട്ടിൽ ആൾക്കാർ കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായി. തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നു. അവൻ കാട്ടിനുള്ളിലേക്ക് കുതിച്ചോടി. തൻ്റെ പരുന്തു കാട്ടിയ വഴികളിലൂടെ, കൊടുങ്കാട്ടിലെ വിജനതയിലൂടെ അവൻ അങ്ങുമിങ്ങും അന്വേഷിച്ച് നടക്കുകയാണ്. പതുക്കെ രാത്രി പരന്നു. ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ ഒരു മഹാവൃക്ഷത്തിൻ്റെ കീഴിലെ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു. ഒടുവിൽ യാക്കൂബിന് മരണം സംഭവിച്ചതായി ഗ്രാമീണർ അറിയിക്കുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ ഇവിടെ യൂസഫ് സാധാരണ പോലെ സ്കൂളിലേക്ക് പോവുകയാണ്. എന്നത്തെയും പോലെ വിക്കുള്ള അവന് വായന മെച്ചമായിട്ട്, അതായത് കൃത്യമായിട്ടൊന്നും പറയാൻ അവന് കഴിയുന്നില്ല. എന്നത്തെയും പോലെ പാഠം മുഴുവനായിട്ട് വായിക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ കൈയടിച്ചു. അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് അവനെ അണിയിച്ചു. ഇതൊക്കെ എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. ക്ലാസ് വിട്ട് വീട്ടിലെത്തുന്ന യാക്കൂബ് തൻ്റെ വീട്ടിൽ ആൾക്കാർ കൂടിയിരിക്കുന്നത് കണ്ട് അപകടം തിരിച്ചറിയുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന് എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നു. അവൻ കാട്ടിലേക്ക് ഓടുന്നു. അങ്ങുമിങ്ങും അലഞ്ഞു നടക്കുന്നു. ഒടുവിൽ ഒരു വലിയ വൃക്ഷത്തിൻ്റെ വേരുപടർപ്പുകൾക്കിടയിൽ ഒരു ഗർഭപാത്രത്തിൽ എന്ന പോലെ തളർന്നുറങ്ങുന്ന യാക്കൂബിലാണ് ചലച്ചിത്രം അവസാനിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചലച്ചിത്രത്തിൽ എപ്രകാരമാണോ മാനുഷിക മൂല്യങ്ങളെ ഒട്ടും വിട്ടുപോകാതെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്, അത് ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ലേഖകനും അത് വരികളിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ക്ലാസ്സിലെ കുട്ടികൾ അവന് പരിഗണന നൽകുന്നത്, അധ്യാപകൻ ബാഡ്ജ് നൽകുന്നത് എല്ലാം അവൻ്റെ ആ വിഷമത്തിൽ അവർ പങ്കുചേരുന്നു എന്നുള്ളതിലാണ്. അവൻ മാത്രമാണ് അച്ഛൻ്റെ മരണം അറിയാതിരുന്നിട്ടുള്ളത്. എന്നാൽ ഗ്രാമീണർ അറിഞ്ഞു കഴിഞ്ഞു. അത് അവനൊരു അല്പം ഇത്തരത്തിലുള്ള പരിഗണനയിലൂടെ അവന് നൽകുന്ന ആശ്വാസമാണത്. പിന്നീട് നമ്മൾ കാണുന്നത് അവൻ വനാന്തർഭാഗത്തേക്ക്, തൻ്റെ അച്ഛൻ്റെ അപകടമറിഞ്ഞ് വനാന്തർഭാഗത്തേക്ക് പോകുന്ന കുഞ്ഞിനെയാണ്. ഇവിടെ നോക്കൂ, വലിയൊരു മഹാവൃക്ഷത്തിൻ്റെ വേരുപടർപ്പുകൾക്കിടയിൽ ഉറങ്ങുന്ന കുഞ്ഞ്. അപ്പോൾ പ്രകൃതി എന്നും മനുഷ്യന് സാന്ത്വനമാണ് എന്നുള്ളതാണ്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലാണ് കുട്ടി ഏറ്റവും സുരക്ഷിതനായിട്ടിരിക്കുക. ഇവിടെ അച്ഛൻ കഴിഞ്ഞാൽ, ആ അച്ഛൻ്റെ സംരക്ഷണ വലയം കഴിഞ്ഞാൽ അവന് ഏറ്റവും അടുപ്പമുള്ളത് പ്രകൃതിയാണ്. അച്ഛനാണ് ആ പ്രകൃതിയെക്കുറിച്ച് അവനെ പഠിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഏകാന്തമായിട്ടുള്ള യാത്രകളിലൊക്കെയും അച്ഛൻ പ്രകൃതിയെ സസൂക്ഷ്മം നിരീക്ഷിക്കാനും അതിലേക്ക് ഉൾച്ചേരാനും ആ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവണം അവൻ്റെ അമ്മയുടെ കൈകളിലേക്ക് പോകാതെ ഒരു മഹാവൃക്ഷത്തിൻ്റെ വേരുപടർപ്പുകൾക്കിടയിലേക്ക് അവൻ തളർന്നുറങ്ങിയത്. ഒരു പക്ഷേ പ്രകൃതി ആയിരിക്കണം അവൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ കഴിഞ്ഞാൽ കുട്ടി ഏറ്റവും
അവന് ഏറ്റവും സ്വീകാര്യമായി തോന്നുന്നത് ആ പ്രകൃതി തന്നെ ആയിരിക്കണം എന്നിടത്താണ് ഈ ചലച്ചിത്രം അവസാനിക്കുന്നത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ചു മാത്രമാണ്. സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രം ചെയ്യുന്നു. ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഈ സിനിമ ലോകത്താകമാനം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ഇപ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ള, അതായത് കൃത്രിമമായിട്ടുള്ള സംഗീതമോ അനാവശ്യമായിട്ടുള്ള ക്യാമറ ഇടപെടലുകളോ ഒന്നും നടത്താത്ത ഒരു ചലച്ചിത്രമാണിത്. ഈ ചലച്ചിത്രത്തിനാണ് ഗോൾഡൻ ബെയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതായത് ബെർലിൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള ഏറ്റവും ഉയർന്ന സമ്മാനമാണ് ഗോൾഡൻ ബെയർ എന്ന് പറയുന്നത്. ബെർലിനിലെ ഹെറാൾഡിക് മൃഗമായ കരടിയാണ് ഈ പുരസ്കാരത്തിൻ്റെ പ്രതീകം. ബെർലിനിലെ കോട്ടയിലും അവരുടെ പതാകയിലുമൊക്കെ ഈ കരടിയുടെ ചിത്രം നമുക്ക് കാണാം. സ്വപ്നങ്ങളും ബാല്യകൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി. അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീടിനു വെളിയിൽ ഇരിക്കുകയാണ് യൂസഫ്. മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണുകിടക്കുന്ന അമ്പിളിമാമൻ്റെ പ്രതിബിംബം കൈക്കുമ്പിളിൽ കോരിയെടുക്കാനായിരുന്നു യൂസഫ്. അത് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ തലകുമ്പിട്ട് വെള്ളത്തിലെ അമ്പിളിമാമനെ മുത്തമിടുകയാണവൻ. അവസാനം യൂസഫ് അതിൽ മുഖം പൂഴ്ത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ജീവിതത്തെ വളരെ വൈകാരികമായി, വളരെ ആസ്വാദ്യകരമായിട്ട് ചലച്ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ആ ഭാഗം എടുത്തു പറയുകയാണ് ഇവിടെ വിജയകുമാർ ബ്ലാത്തൂർ. അതായത് അച്ഛനെ കാത്തിരിക്കുന്ന കുഞ്ഞ് രാത്രിയിൽ വെള്ളത്തൊട്ടിയിൽ വീണ് കിടക്കുന്ന അമ്പിളിമാമൻ്റെ ആ രൂപം, പ്രതിബിംബം കാണുന്നു. കൈക്കുമ്പിളിൽ അവനത് കോരിയെടുക്കാൻ ശ്രമിക്കുന്നു, അതിന് സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ ആ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യത്തെ മുത്തമിടുകയാണ് ആ കുഞ്ഞ്, അല്ലേ? അവൻ്റെ ഉള്ളിലുള്ള ആ കലാകാരനെ നമുക്കിവിടെ കാണാം. ഒടുവിൽ അതിൽ മുഖം പൂഴ്ത്തുന്നു, ആ പ്രതിബിംബത്തിൽ അവൻ മുഖം പൂഴ്ത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് അന്തർമുഖനായ ആ കുഞ്ഞ് തൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങളെ, ആത്മസംഘർഷങ്ങളെ സ്വതന്ത്രമാക്കുന്നത്, അതിനെ പുറത്തേക്ക് വിടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ അച്ഛനാണ് അവൻ്റെ ഏറ്റവും വലിയ താങ്ങും തണലും, അവൻ്റെ ഏറ്റവും വലിയ കൂട്ട്. അത് കഴിഞ്ഞാൽ പ്രകൃതിയാണ്. അച്ഛൻ തന്നെ അവനെ പരിശീലിപ്പിച്ചിട്ടുള്ള പ്രകൃതി പാഠങ്ങളാണ് അവന് താങ്ങായും കൂട്ടായും വരുന്നത്. കൃത്രിമ സംഗീതത്തിൻ്റെ വച്ചുകെട്ടലുകൾ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു. പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും ഭൂപ്രകൃതിയുടെ വന്യതയ്ക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ശാന്തസ്പർശവും നമ്മെ അതിഭൗതികമായ ഒരു സ്വപ്ന പരിസരത്തിൽ എത്തിക്കുകയും ഏറെ നാൾ പിന്തുടരുകയും ചെയ്യും. തീർച്ച. അപ്പോൾ കൃത്രിമ സംഗീതം, നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി കൊഴുക്കുകയുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷെ അങ്ങനെ ഒരു സംഗീതം, കൃത്രിമമായ ഒരു സംഗീതത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഒരു ചലച്ചിത്രത്തിന് ഗോൾഡൻ ബെയർ പുരസ്കാരം വരെ ലഭിക്കാനുള്ള തരത്തിൽ ഉയർന്നു നിൽക്കാമെന്ന് തെളിയിക്കുന്ന ഒരു, അതായത് പ്രഖ്യാപിക്കുകയാണ്, ഉറക്കെ പറയുന്ന ഒരു ചലച്ചിത്രമാണ് ഇത് എന്നാണ് ലേഖകൻ്റെ കണ്ടെത്തൽ. പ്രകൃതിയുടെ താളം, അതായത് ആ ചലച്ചിത്രത്തിനും ആ കഥാപാത്രങ്ങൾക്കും അവരുടെ ജീവിത രീതിക്കും യോജിച്ചു പോകുന്ന വളരെ മൃദുവായിട്ടുള്ള ഒരു താളം, കാടിൻ്റെ നിശബ്ദത, അതിൻ്റെ സംഗീതം, കാടിൻ്റെ സംഗീതവും സൗന്ദര്യവും പിന്നെ ഭൂപ്രകൃതിയുടെ വന്യതയും മാത്രമാണ് അതിൻ്റെ പശ്ചാത്തലത്തിലായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രകൃതി കൂടി ഒരു പ്രധാന കഥാപാത്രമായി ഈ ചലച്ചിത്രത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഥാപാത്രത്തോടൊപ്പം തന്നെ അതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്ന പ്രകൃതിയും ശാന്തതയും അതിൻ്റെ വന്യതയും ശുദ്ധമായ സംഗീതവും, അതായത് പ്രകൃതിയുടേതായിട്ടുള്ള സംഗീതവും ഒക്കെ ആ കാണുന്ന കാണികളെ പിന്തുടരും എന്ന കാര്യത്തിൽ തീർച്ചയാണ് എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. ചലച്ചിത്രം പ്രധാനമായും അന്തർമുഖനും ഏകാഗിയുമായ ഒരു 6 വയസ്സുകാരൻ കുട്ടിയുടെയും പിതാവായ യാക്കോബിൻ്റെയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നതെങ്കിൽ പോലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇണക്കവും പൊരുത്തവും സംവിധായകൻ വളരെ മനോഹരമായി ഈ സിനിമയിൽ വരച്ചിടുന്നുണ്ട് എന്നുകൂടി ലേഖകൻ പറയുന്നുണ്ട്. പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.